الحمد لله رب العالمين الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم عباد الله وإياي بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് യഥാർത്ഥ മുത്തഖികളായി നിലകൊള്ളണമേ എന്ന് സ്വന്തത്തോടുന്നതുപോലെ ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്. അർഹമർ റഹ്മാനായ നാഥൻ യഥാർത്ഥ മുത്തഖീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നാം റബീഉൽ അവ്വൽ മാസത്തിലാണ് സന്നിഹിതരായിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമാക്കിയ 4 മാസങ്ങളിൽ ഇത് ഉൾപ്പെടുന്നില്ല എങ്കിലും വിശ്വാസികളെ സംബന്ധിച്ചോളം അവർക്ക് ഏറെ പ്രാധാന്യമുള്ള സംഭവങ്ങൾ നടന്ന മാസമാണിത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നടന്ന അതിപ്രധാനമായ 3 സംഭവങ്ങളാണ് ഈ മാസത്തിന്റെ പ്രത്യേകത. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം നടന്ന റബീഉൽ അവ്വലിലാണ് എന്ന് ഭൂരിഭാഗം പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടിരിക്കുന്നു. രണ്ടാമത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാമിക വിജയത്തിന്റെ വികാസത്തിന് നാന്ദി കുറിച്ച ഹിജ്റയെ കുറിച്ചുള്ള ആസൂത്രണങ്ങളും തീരുമാനങ്ങളും എടുത്ത മാസമാണ് റബീഉൽ അവ്വൽ മാസം. അതുപോലെ മൂന്നാമത്തെ വിഷയം, വിശ്വാസികളെ എക്കാലഘട്ടത്തിലും കണ്ണീരണിയിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് നടന്നത് യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ലാതെ റബീഉൽ അവ്വൽ 12-നാണ്. അഥവാ ഇന്ന് റബീഉൽ അവ്വൽ 12. വിശ്വാസികള് ഈ 3 കാര്യങ്ങളും പ്രാധാന്യത്തോടെ കാണുന്നുണ്ടെങ്കിലും
അവരെ ഏറെ വേദനിപ്പിക്കുന്ന റബീഉൽ അവ്വൽ മാസം വരുമ്പോൾ സ്വഹാബത്തുൽ കിറാമിനെ കരയിപ്പിക്കുന്ന, സ്വഹാബത്ത് കണ്ണീരൊലിക്കുന്ന, വിഷമിക്കുന്ന താബിഈകളും ഇന്ന് വരെയുള്ള മുഴുവൻ മുഅ്മിനുകൾക്കും റബീഉൽ അവ്വലായാൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ വഫാത്തിനെ കുറിച്ചുള്ള ചിന്തയാൽ, ആ ദുഃഖത്താൽ മനസ്സ് വിതുമ്പുന്ന മാസമാണ്. എന്നാൽ നമുക്കിന്ന് സമൂഹത്തിൽ കാണാൻ കഴിയുന്നത് വിചിത്രമായ, സ്വഹാബത്തുൽ കിറാമോ താബിഈകളോ തബഉ താബിഈകളോ മദ്ഹബിന്റെ ഇമാമികളോ സലഫുസ് സാലിഹീങ്ങളോ ചെയ്തിട്ടില്ലാത്ത, യഹൂദ നസാറാക്കളുടെ ചര്യകൾ പിൻപറ്റിയുള്ള ജന്മദിന ആഘോഷമാണ് നമുക്കിന്ന് കാണാൻ കഴിയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തെക്കുറിച്ച് ഏറെ ചിന്തിക്കുന്ന ഈ മാസത്തിൽ നബിദിനം ആഘോഷിക്കുന്ന ആളുകൾ പോലും അവരുടെ മിമ്പറുകളിൽ നിന്ന് ഇന്നത്തെ ദിവസം ഓതുന്ന ഖുതുബയിൽ പറയുന്നത് ലോകത്ത് സംഭവിച്ച ഏറ്റവും വലിയ ദുരന്തം, ഏറ്റവും വലിയ നഷ്ടം അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണമാണ്, വഫാത്താണ്. അത് സംഭവിച്ച ഇന്ന് അതിനെക്കുറിച്ചോർത്ത് കരയാത്ത ഏത് വിഡ്ഢികളാണുള്ളത്? ആർക്കാണ് ആ പ്രവാചകന്റെ വിയോഗത്തിൽ മനസ്സ് വിതുമ്പാതെ കണ്ണീരണിയാതിരിക്കാൻ കഴിയുക എന്ന് മിമ്പറിൽ നിന്നുകൊണ്ട് ചോദിക്കുകയും താഴെ ഇറങ്ങി ആഘോഷത്തിമിർപ്പിലും ചിരിയിലും ആനത്തിലുമാകുന്ന വിചിത്രമായ സംഭവങ്ങളാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹു ഉമ്മത്തിനെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തോടുകൂടി രണ്ട് സംഭവങ്ങൾ ഇവിടെ ഉണ്ടായി. ഒന്ന്, അള്ളാഹു പ്രവാചകന്മാരെ അയക്കുന്നത് നിർത്തി. അന്ത്യപ്രവാചകനാണ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. രണ്ടാമതായി, ആകാശവും ഭൂമിയും തമ്മിലുണ്ടായിരുന്ന വിശുദ്ധമായ ഒരു ബന്ധം, വഹിയിന്റെ മലക്കുകളുടെ, ജിബ്രീൽ ഇസ്ലാമിന്റെയും വഹിയിന്റെ മലക്കുകളുടെയും വരവ് നിലച്ചു എന്നുള്ളതാണ്. പിന്നീട് ഒരു വഹിയും ഇനി അന്ത്യനാൾ വരെ അള്ളാഹു ഇറക്കുന്നതല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിനെ കുറിച്ച് അവിടത്തേക്ക് ഒരു വർഷം മുമ്പ് തന്നെ പല സൂചനകളും അള്ളാഹു നൽകിയിട്ടുണ്ട്. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ ഹിജ്റ 10-ാം വർഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യമനിലേക്ക് ഗവർണറായിക്കൊണ്ട്, അദ്ദേഹത്തെ ദാഇയായിക്കൊണ്ട് നിശ്ചയിക്കുമ്പോൾ അദ്ദേഹത്തിനോട് പല ഉപദേശങ്ങളും കൊടുത്ത് കുറെ ദൂരം അദ്ദേഹത്തിന്റെ കൂടെ നടന്നുപോയി. എന്നിട്ട് പറഞ്ഞു, അല്പനേരം മൗനത്തിന് ശേഷം പറഞ്ഞു, മുആദേ, ഇനി ഞാനും നീയും തമ്മിൽ ഒരു കണ്ടുമുട്ടൽ ഒരുപക്ഷെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഒരുപക്ഷെ താങ്കൾ തിരിച്ചു വരുമ്പോൾ എന്റെ ഖബറിലായിരിക്കും താങ്കൾ സന്ധിക്കുക. അതുകൊണ്ട് എന്റെ ഉപദേശങ്ങൾ മുറുകെ പിടിക്കുക. ഇത് അനുസരിച്ചുകൊണ്ട് തഖ്വയോടുകൂടി നിലകൊള്ളുക എന്ന് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിക്കുകയുണ്ടായി. അതുപോലെ തന്നെ വഫാത്തിന്റെ ആ വർഷത്തിലുള്ള റമദാൻ മാസത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സാധാരണ 10 ദിവസമാണ് ഇത്തികാഫ് ഇരിക്കാറുള്ളതെങ്കിൽ ആ റമദാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ 20 ദിവസം ഇത്തികാഫ് ഇരിക്കുകയുണ്ടായി. സാധാരണഗതിയിൽ ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ എല്ലാ റമദാനിലും ഒരു പ്രാവശ്യം വന്ന് അതുവരെയുള്ള ഖുർആൻ മുഴുവൻ ബോധിപ്പിക്കുകയും അത് കറക്റ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ വഫാത്തിന്റെ ആ വർഷത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം 2 പ്രാവശ്യം വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ റളിയല്ലാഹു അൻഹയെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, മോളെ ഫാത്തിമ, ഈ റമദാനിൽ 2 പ്രാവശ്യം ജിബ്രീൽ അടുക്കൽ വന്നു. അത് അസാധാരണമാണ്. അത് നൽകുന്ന സൂചന ഉപ്പാക്ക് സമയമായിരിക്കുന്നു, ഉപ്പാക്ക് യാത്രയ്ക്കുള്ള സമയമായിരിക്കുന്നു എന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹയെ വിളിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞായി നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഹജ്ജിന്റെ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് ഹജ്ജത്തുൽ വിദാ അഥവാ വിടവാങ്ങൽ എന്നാണ് ആ ഹജ്ജ് അറിയപ്പെടുന്നത്. കാരണം അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആകെ ഒരു ഹജ്ജ് ചെയ്തിട്ടുള്ളൂ.
അതിൽ അവിടുന്ന് ഒരു വിടവാങ്ങൽ പ്രസംഗം നടത്തുകയുണ്ടായി. അതുകൊണ്ട് അതിന് ഹജ്ജത്തുൽ വിദാ എന്നാണ് അറിയപ്പെടുന്നത്. അങ്ങനെ ഹജ്ജിന് എല്ലാവരും കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോ ആ ജംറയുടെ അടുക്കൽ വെച്ചുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഖുദൂ അന്നീ മനാസികകും, നിങ്ങൾ എന്നിൽ നിന്ന് നിങ്ങളുടെ ആരാധനാ കർമ്മങ്ങളെ ശരിക്ക് പഠിച്ചുകൊള്ളുക. കാരണം ഫഇന്നീ ലാ അദ്രീ ലഅല്ലീ ലാ അഹുജ്ജ ബഅദ അമീ ഹാദാ, ഈ വർഷത്തിന് ശേഷം ഇനി നിങ്ങളോടൊപ്പം ഇതുപോലെ ഹജ്ജ് ചെയ്യാൻ ഞാൻ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതെനിക്കറിയില്ല ഉണ്ടാകുമോ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഹജ്ജാജികളോട് പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയുകയാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരണത്തെക്കുറിച്ച് തനിക്ക് കിട്ടിയ മുന്നറിയിപ്പുകൾ കുടുംബത്തെയും സഹാബത്തിനെയും എല്ലാം അവിടെ നിന്ന് അറിയിച്ചിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെടുന്ന ആ ഹിജ്റ 11-ാം വർഷം സഫർ മാസം അവിടുന്ന് സഹാബാ കിറാമിന്റെ ഖബറിടങ്ങൾ ജന്നത്തുൽ ബഖീയിലേക്ക് പോയി. ആ ജന്നത്തുൽ ബഖീയിൽ പോയി തന്റെ കൂടെ ഉണ്ടായിരുന്ന മരണപ്പെട്ട ഷഹീദായ സഹാബികൾക്കെല്ലാം വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു. അങ്ങനെ തിരിച്ചു വരുന്ന സന്ദർഭത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചില അസ്വസ്ഥതകൾ, ചില പ്രയാസങ്ങൾ ഉണ്ടായി. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിലേക്ക് വന്നു. അവിടുന്ന് ശക്തമായ തലവേദനയും പനിയുമായിരുന്നു അവർക്ക്. അങ്ങനെ രോഗിയായി കൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 11 ദിവസം മദീന പള്ളിയിൽ ജനങ്ങൾക്ക് ഇമാമായി നമസ്കരിച്ചു. അങ്ങനെ അദ്ദേഹത്തിന് രോഗം ഇങ്ങനെ മൂർച്ഛിച്ചുകൊണ്ട്, അതിന്റെ പ്രധാനമായ ഒരു കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വധിക്കാനായി ഖൈബറിലെ ജൂതപ്പെണ്ണ് കൊടുത്ത ആ വിഷം പുരണ്ട മാംസത്തിന്റെ നീരുകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വയറിലുണ്ടായിരുന്നു. അത് പ്രവർത്തിക്കുകയും അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് കലശലായ വേദനയും പ്രയാസങ്ങളും സൃഷ്ടിക്കുകയും ചെയ്തു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പനി കൊണ്ടിങ്ങനെ വരക്കുന്ന സമയത്ത് പറഞ്ഞു, ആയിഷ, ആ ജൂത സ്ത്രീ തന്ന വിഷം എന്നെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട്, എന്നെ വല്ലാതെ പ്രയാസപ്പെടുത്തുന്നുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സുഖമില്ലാത്ത സന്ദർഭത്തിലും എല്ലാ ഭാര്യമാരെയും നീതി പുലർത്തുകയും എല്ലാവരുടെ അടുക്കലും താമസിക്കുകയും ചെയ്തു. അവസാനം തീരെ വയ്യാതായപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ഭാര്യമാരെയും വിളിച്ച് വരുത്തിയിട്ട് അവരുടെ സമ്മതത്തോടുകൂടി ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ താമസിക്കാൻ, അവിടെ ചികിത്സ തുടരാൻ അനുവാദം തേടി. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹുവിന്റെ വീട്ടിലേക്ക് അലി റളിയല്ലാഹു അൻഹുവിന്റെ തോളിൽ തൂങ്ങിക്കൊണ്ട് പ്രയാസപ്പെട്ടുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹുവിന്റെ വീട്ടിലേക്ക് പോയി. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗിയായിക്കൊണ്ടിരിക്കുമ്പോ അവിടുന്ന് പ്രധാനമായി പ്രാർത്ഥിച്ച ഒരു കാര്യമുണ്ടായിരുന്നു. അല്ലാഹു യഹൂദ നസാറാക്കളുടെ മേൽ ശാപം ചൊരിയട്ടെ. കാരണം അവർ അവരുടെ അമ്പിയാക്കന്മാരുടെ പ്രവാചകന്മാരുടെ കബറിടങ്ങളെ ആരാധനാ കേന്ദ്രങ്ങളാക്കി, ആഘോഷ കേന്ദ്രങ്ങളാക്കി മാറ്റി. മരണത്തിന്റെ ആ അവസാന ദിവസങ്ങളിൽ വളരെ ഗൗരവത്തോടുകൂടി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യമാണ് ഖബറിടങ്ങൾ ആഘോഷ കേന്ദ്രമാക്കരുത് എന്ന്. അതാണെന്ന് പ്രവാചകങ്ങളുടെ ആ സുന്നത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന പള്ളി നേർച്ചകളും ചന്ദനക്കുടങ്ങളും. മാത്രമല്ല അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ലാ തജഅൽ ഖബ്രി വസനൈ ഉബദ്, അല്ലാഹുവേ എന്റെ ഖബറിനെ നീ ആരാധിക്കപ്പെടുന്ന ഒരു വിഗ്രഹമാക്കരുതേ അല്ലാഹ്. അപ്പൊ ആരാധിപ്പിക്കപ്പെടുന്ന ഖബറിനെ റസൂൽ പറഞ്ഞത് വിഗ്രഹം എന്നാണ്. എന്റെ ഖബറിനെ നീ ആരാധിക്കപ്പെടുന്ന ഒരു വിഗ്രഹമാക്കരുതേ റബ്ബേ എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണത്തിന്റെ അവസാന നാളുകളിൽ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ
അത്തരം പ്രവൃത്തി ചെയ്യുന്ന ആളുകൾ ഉമ്മത്തുകളുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കേണ്ടതുണ്ട്, അള്ളാഹുവിന്റെ റസൂല് ഒരാളെയും ശപിച്ചിട്ടില്ല. വ്യക്തിപരമായിട്ട് തന്റെ കാല് എറിഞ്ഞൊടിച്ച് നടക്കാൻ കഴിയാതെ തായിഫിന്റെ മലമടകൾ ഇരുന്ന് നിറഞ്ഞു വരുമ്പോഴും അവരെ നശിപ്പിക്കാൻ വന്ന മലക്കുകളെ തിരിച്ചയച്ച് അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് മാപ്പിരുന്ന സ്വഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടേ അവസരത്തിൽ മാത്രമാണ് റസൂൽ ശാപം ചുരുങ്ങിയത്. ഒന്ന്, ഖന്ദഖിന്റെ യുദ്ധത്തിൽ നമസ്കരിക്കാൻ അനുവദിക്കാതെ ശത്രുക്കൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വല്ലാത്ത ഉപരോധത്തിലാക്കിയപ്പോൾ. രണ്ടാമത്, മരണത്തിന്റെ സന്ദർഭത്തിൽ പ്രവാചകന്മാരുടെ ഖബറുകളെ ആരാധനാ കേന്ദ്രമാക്കിയ അള്ളാഹു ഏതെന്തിനാണോ പ്രവാചകന്മാരെ നിയോഗിച്ചത് അത് മാറ്റിമറിച്ച ആ ആളുകൾക്ക് എതിരെയാണ് പ്രവാചകൻ ശപിച്ചത്. അപ്പൊ ആ ശാപത്തിന് ഉടമകളാകാതിരിക്കാൻ ഉമ്മത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ ഒരു ദിവസം പ്രയാസപ്പെട്ടുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണത്തിന്റെ 5 ദിവസം മുമ്പ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിലേക്ക് പ്രയാസത്തോടു കൂടിയാണ് എല്ലാ നേരവും വന്ന് ളുഹറും അസ്റും ഒക്കെ ഇമാം ജമാഅത്തായി നമസ്കരിക്കുന്നു. ഇമാം നിൽക്കുന്നു. ഒരു തലവേദന വന്നാൽ, എവിടെ യാത്ര ചെയ്തൊരു ദിവസം നേരം വൈകി വന്നാൽ അന്ന് നമുക്ക് സുബ്ഹിയില്ല. എന്നാൽ മരണത്തിന്റെ 5 ദിവസം മുമ്പ് പനിച്ച് വിറച്ച് പ്രയാസപ്പെട്ട് കിടക്കുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന് ഇമാമ നിൽക്കുകയാണ് 5 നേരം. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ കയറിയിരുന്നു. സഹാബികൾ എല്ലാവരും പള്ളിയിലുണ്ട്. ആരും കച്ചവടത്തിലല്ല, വീട്ടിൽ പോലും പലരും പോകാതെ പ്രവാചകന്റെ വിഷമം രോഗം പറഞ്ഞ് എല്ലാവരും പള്ളിയിൽ തടിച്ച് ആയിരങ്ങൾ പള്ളി നിറഞ്ഞ് കവിഞ്ഞ് മുറ്റം നിറഞ്ഞ് കവിഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാ പള്ളി, മദീനത്തെ പള്ളി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ നിന്നപ്പോ എല്ലാവരും, മൈക്കൊന്നും ഇല്ല അന്ന്, നമുക്കറിയാലോ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സംസാരം കേൾക്കാൻ കാത് കൂർപ്പിച്ചിരിക്കുകയാണ്. അവിടെ നിന്ന് കുറെ ഉപദേശങ്ങൾ കൊടുത്തിട്ട് അവസാനം ചോദിച്ചു, യാ അയ്യുഹന്നാസ്, ഏ മനുഷ്യരെ, ജനങ്ങളെ, ഫഇന്നഹു ഖദ് ദനാ മിന്നി ഖുഫൂഫു മിൻ ബൈനി അദ്ഹുരികും, നിങ്ങൾക്കാർക്കെങ്കിലും എന്തെങ്കിലും പ്രയാസം ഞാൻ ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഇതാ എന്റെ ശരീരം നിങ്ങൾ തിരിച്ചു ചെയ്തോ. ഫമൻ കുന്തു ജൽദലതു ലഹു ലഹറൻ ഫഹാദാ ലഹരി, ആരുടെയെങ്കിലും ശരീരത്തിൽ അല്ലെങ്കിൽ മുതുകിൽ ഞാൻ അടിച്ചിട്ടുണ്ടെങ്കിൽ അവരെന്നെ തിരിച്ചടിച്ചോ. നാളെ റബ്ബിന്റെ അടുക്കൽ വന്നുകൊണ്ട് എനിക്കെതിരെ പരാതി പറയില്ലേ. എന്നെ തിരിച്ചടിക്കാൻ ഇതാ എന്റെ ശരീരം ഞാൻ നിങ്ങൾക്ക് തരുന്നു. അതുകൊണ്ട് നിങ്ങൾ അതിന് പ്രതികാരം വീട്ടിക്കോ. ആരുടെയെങ്കിലും സമ്പത്ത് ഞാൻ എടുത്തിട്ട് തരാനുണ്ടെങ്കിൽ എന്റെ ബാക്കിയുള്ള സമ്പത്തിൽ നിന്ന് നിങ്ങൾക്കത് എടുക്കാം. ആരുടെയെങ്കിലും അഭിമാനം ഞാൻ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഈ സന്ദർഭത്തിൽ എന്റെ അഭിമാനമിതാ നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾക്കത് നഷ്ടപ്പെടുത്താം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞപ്പോ ഒരു സ്വഹാബി മുന്നോട്ട് വന്ന് പറഞ്ഞു, എനിക്ക് 3 ദിർഹംസ് കിട്ടാണ്ട് നബിയെ. എല്ലാവരും അയാളങ്ങനെ തുറിച്ചു നോക്കി. 3 ദിർഹംസിന് വേണ്ടിയിട്ട് റസൂലുള്ളാഹിന്റെ അടുക്കൽ പോയിട്ട് കിട്ടാണ്ടെന്ന് പറയോ? 3000 അല്ല 3 കോടി കൊടുത്താലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹം അല്ലേ വലുത്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കൊടുക്കാൻ ബിലാൽ റളിയല്ലാഹു കൽപ്പിച്ചു. അത് ബിലാൽ റളിയല്ലാഹു അദ്ദേഹം ഇല്ല, എനിക്ക് നിങ്ങളുടെ കൈ കൊണ്ട് തന്നെ കിട്ടണം. നിങ്ങളാ എൻ്റെ വാങ്ങിയത്, ബിലാലല്ല. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൈ കൊണ്ട് ആ 3 ദിർഹംസ് കൊടുത്തപ്പോ സഹാബികളുടെ മുമ്പിൽ പറഞ്ഞു, നിങ്ങൾക്കാർക്കും കിട്ടാത്ത ഭാഗ്യമാണ് എൻ്റെ കയ്യിൽ. ഇതിനു വേണ്ടിയാ ഞാനത് ചോദിച്ചത്. അള്ളാഹു റസൂലിന്റെ കൈ കൊണ്ട് എനിക്ക് തന്നിരുന്ന 3 ദിർഹംസ്, ഇതെന്റെ ഏറ്റവും വലിയ സമ്പത്ത്. അതിനു വേണ്ടിയാ ഞാനത് ചോദിച്ചത്, ആ ബറക്കത്തിന് വേണ്ടിയാണ്. മറ്റൊരു സഹാബി പറഞ്ഞു, നബിയെ, നിങ്ങൾ എന്നെ അടിച്ചിട്ടുണ്ട്. യുദ്ധത്തിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ അല്പം മുന്നിട്ട് തോന്നിയപ്പോൾ നിങ്ങൾ അമ്പ് കൊണ്ട് എന്നെ കുത്തിയിട്ടുണ്ട്. എനിക്ക് നല്ല വേദന ആയിട്ടുണ്ട്. അതിന് പകരം വീട്ടണം. എല്ലാവർക്കും അറിയുന്ന സംഭവങ്ങളാ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്ന് വിട്ടിക്കോ. ഉമർലാൻ അബൂബക്കർലാനൊക്കെ വാളുകളെടുത്തു. റസൂലാനൊപ്പം ഇവനക്ക് തല്ലണോ, കുത്തണോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദേഹത്തിന്റെ പ്രതികാരം വിട്ടാൽ നിങ്ങൾ അനുവദിക്കണം, ഇതെന്റെ കൽപ്പനയാണ്.
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നബിയെ, ഞാൻ ഷർട്ട് ഇടാതെ നിൽക്കുമ്പോഴാണ് നിങ്ങൾ എന്നെ കുത്തിയത്, അതുകൊണ്ട് നിങ്ങൾ ഷർട്ട് ഇല്ലാതെ നിന്നാൽ എനിക്ക് കുത്താൻ പറ്റുള്ളൂ. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കുപ്പായം ഉയർത്തി കൊടുത്തപ്പോൾ ആ സ്വഹാബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങ് കെട്ടിപ്പിടിച്ച് ആ നഗ്നമായ വയറിൽ റസൂൽ തങ്ങളെ ചുംബിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, റസൂലേ, ഇത് ഞാൻ ആവശ്യപ്പെട്ടാൽ ഓരോരുത്തർക്കും അതുപോലെ വേണ്ടി വരും. അതുകൊണ്ട് എനിക്ക് മാത്രമായി ഇത് കിട്ടാൻ, അങ്ങേക്ക് പ്രയാസമില്ലാതിരിക്കാൻ ഞാൻ ചെയ്തതാണിത്, എന്നോട് പൊറുക്കണേ. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആ സ്വഹാബത്ത് ചുംബിക്കുകയുണ്ടായി. ഇങ്ങനെ ഒരുപാട് അവിസ്മരണീയമായ ഒരുപാട് സംഭവങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് മുമ്പും വഫാത്തിനും നടന്നിട്ടുണ്ട്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും മുൻപിൽ കയറി എന്നിട്ട് പറഞ്ഞു, ഒരുപാട് ഉപദേശങ്ങൾ കൊടുത്തതിന് ശേഷം റസൂൽ സല്ലല്ലാഹു പറഞ്ഞു, ഇന്നല്ലാഹ ഖയ്യറ അബ്ദൻ ബൈന ദുനിയാ വബൈന മാ ഇൻദഹു. ഒരു അടിമയ്ക്ക് അള്ളാഹു ദുനിയാവിലുള്ള ഐശ്വര്യങ്ങളും അള്ളാന്റെ അടുക്കലുള്ളതും കാണിച്ചു കൊടുത്തു. അപ്പോൾ ഇഷ്ടമുള്ളത് തെരഞ്ഞെടുക്കാൻ പറഞ്ഞപ്പോ ആ അടിമ അള്ളാന്റെ അടുക്കലുള്ളതാണ് തെരഞ്ഞെടുത്തത്. ഇത് കേട്ടപ്പോ സദസ്സിൽ നിന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ തേങ്ങിക്കരയാൻ തുടങ്ങി. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ കരയുകയാണ്. അപ്പൊ സഹാബികളെല്ലാം പറഞ്ഞു, ഈ വയസ്സനിക്ക് എന്താ പറ്റിയത്, എന്തിനാ ഇയാൾ ഇങ്ങനെ കരുതുന്നത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഏതോ ഒരു മനുഷ്യൻ, ഏതോ ഒരാള് അള്ളാന്റെ അടുക്കലുള്ള തെരഞ്ഞെടുത്തു എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ എന്തിനാ കരയുന്നത്? അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ആ മനുഷ്യൻ ആരാണെന്ന് അറിയുമോ? നമ്മുടെ മുന്നിലിരിക്കുന്ന അള്ളാഹുവിന്റെ റസൂലാണത്. അള്ളാഹ് കാണിച്ചു കൊടുത്തതിൽ നിന്ന് അള്ളാഹുവിന്റെ അടുക്കിലേക്കുള്ള തെരഞ്ഞെടുത്തെന്ന് പറഞ്ഞാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ അടുക്കിലേക്ക് യാത്രയാവാൻ പോവുകയാണെന്നാ പറഞ്ഞത്. അത് കേട്ടപ്പോ മറ്റുള്ള സ്വഹാബികൾ എല്ലാവരും മൗനമായി എല്ലാവരും കണ്ണു നിറഞ്ഞൊഴുകാൻ തുടങ്ങി. സ്വഹാബത്ത് പറയുകയാണ്, അന്ന് ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങളുടെ അടുക്കലുള്ള ഏറ്റവും ബുദ്ധിമാനായ വ്യക്തി അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ് എന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു. പക്ഷെ അതൊന്നുകൂടെ ഞങ്ങൾക്ക് തീരുമാനമായി എന്ന്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരണത്തിന്റെ വഫാത്തിന്റെ 4 ദിവസം മുമ്പ് 5 നേരം ഇമാമ് ഇന്നു 4 നേരവും മഗ്രിബിന് ആയപ്പോൾ തീരെ സുഖമില്ല. അങ്ങനെ അലി റളിയല്ലാഹു അൻഹുവിന്റെയും അതുപോലെ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെയും തോളിൽ തൂങ്ങിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിലേക്ക് കടന്നു വന്നു. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ മഗ്രിബ് ജമാഅത്തായി നമസ്കരിച്ചു. മഗ്രിബ് നമസ്കാരം കഴിഞ്ഞ് വീണ്ടും അവിടെ നിന്ന് മിമ്പറിൽ കയറി ജനങ്ങൾക്ക് ഒരുപാട് ഉപദേശങ്ങൾ കൊടുത്തു. പിന്നെ റസൂൽ സല്ലല്ലാഹു കുറേശ്ശെ പ്രയാസം മയക്കം വന്നപ്പോൾ തിരിച്ചു വീട്ടിലേക്ക് തന്നെ പോയി. ഇശാ ബാങ്ക് കൊടുത്തു. ആളുകൾ എല്ലാവരും ജമാഅത്തിന് വേണ്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാത്തിരിക്കുകയാണ്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തീരെ വയ്യ. റസൂലുള്ളാഹി ചോദിച്ചു, അസ്വല്ലന്നാസ്, ജനങ്ങൾ നിസ്കരിച്ചോ? ആയിഷ ചോദിച്ചു. ഫഖുൽനാ, അപ്പോ ആയിഷ സഹാബികളും പറഞ്ഞു, ലാ വഹും യന്തദിറൂനക യാ റസൂലല്ലാഹ്, ഇല്ല റസൂലേ, അവിടത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് ആളുകൾ ഇരിക്കുകയാണ്. അങ്ങനെ റസൂലുള്ളാഹി പറഞ്ഞു, ഫഖാല ലഊലി മാഅൻ ഫിൽ മഖ്ലബി, എങ്കിൽ നിറച്ചു വെച്ചിരിക്കുന്ന ആ വെള്ളം, തോൽപാത്രത്തിലുള്ള വെള്ളം കൊണ്ടുവന്ന് എന്റെ തലയിൽ ഒഴിക്ക്, അഥവാ എന്നെ കുളിപ്പിക്ക്, അപ്പോൾ എനിക്ക് കുറച്ച് ഉന്മേഷം കിട്ടുമല്ലോ. ഞങ്ങൾ അങ്ങനെ ചെയ്തു. അവിടത്തെ കുളിപ്പിച്ചു. അവിടുന്ന് വീണ്ടും പള്ളിയിലേക്ക് പോകാൻ വേണ്ടി എഴുന്നേറ്റപ്പോൾ അവിടത്തേക്ക് ബോധക്ഷയം വന്നു. അങ്ങനെ പിന്നെ കുറെ നേരം കഴിഞ്ഞ ബോധമുണർന്നപ്പോൾ റസൂൽ ചോദിച്ചു, അസ്വല്ലന്നാസ്, ജനങ്ങളെ നിസ്കരിച്ചോ? ബോധം വന്നപ്പോ ചോദിക്കുന്നത് അതാണ്, നിസ്കരിച്ചോ എന്ന്. ഇങ്ങനെ 7 പ്രാവശ്യം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസ്ഥ മോശമായി. അപ്പോൾ റസൂൽ സല്ലല്ലാഹു പറഞ്ഞു, പറ്റില്ല ആയിഷ, ഇനി അബൂബക്കറിനോട് ഇമാമ് നിൽക്കാൻ പറയുക. ജനങ്ങൾ നമസ്കാരം ഇനി വൈകിപ്പിക്കേണ്ട, പാതിരാത്രിയായി, അതുകൊണ്ട് അബൂബക്കർ റളിയല്ലാഹു ഇമാമ് നിൽക്കാൻ പറയുക. അങ്ങനെ അബൂബക്കർ റളിയല്ലാഹു ഇമാമ് ഏൽപ്പിക്കുകയാണ്. അപ്പോൾ
മരണത്തിന്റെ വഫാത്തിന്റെ 4-ാമത്തെ ദിവസത്തിൽ മഗ്രിബാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനമായി നിർവഹിച്ച ഇമാമായി നമസ്കരിച്ച ജമാഅത്ത് നമസ്കാരം. അവിടുന്ന് ഇമാമ നിന്നു. അങ്ങനെ മരണത്തിന്റെ 2 ദിവസം മുമ്പ് ളുഹർ നമസ്കാരത്തിന് അതുപോലെ 2 സ്വഹാബികളുടെ അലി റളിയല്ലാഹുവിന്റെയും അതുപോലെ അബ്ബാസ് റളിയല്ലാഹുവിന്റെ തോളിൽ തൂങ്ങിക്കൊണ്ട് പള്ളിയിലേക്ക് ഇങ്ങനെ വന്നു. ആയിഷ റളിയല്ലാഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയപ്പോൾ അവിടുത്തെ കാല് നിലത്ത് വലിച്ചഴച്ച ആ മണ്ണിൽ ആ ചാലിങ്ങനെ കണ്ടിരുന്നു. അഥവാ കാല് നിലത്ത് വെക്കാൻ റസൂലുള്ളാഹിക്ക് ആരോഗ്യമില്ലായിരുന്നു. ആ അവസ്ഥയിലും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ നമസ്കരിക്കാൻ എത്തി. ആ റസൂലുള്ളാഹിന്റെ ഉമ്മത്തുകളായ റസൂലുള്ളാഹിനെ സ്നേഹിക്കുമെന്ന് പറഞ്ഞ് നമ്മൾ ചിന്തിക്കുക, നമ്മൾ ഒരു ദിവസത്തിൽ എത്ര നേരം നമസ്കാരം ജമാഅത്തായി നിസ്കരിക്കുന്നുണ്ട്, അതിൽ എത്ര മാത്രം നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്ന്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സുഖമില്ലാതെ കിടക്കുമ്പോൾ അവിടെ നിന്ന് ബോധം വരുമ്പോഴൊക്കെ അസ്വലാ അസ്വലാ, നമസ്കാരം നമസ്കാരം എന്ന് പറയുന്ന രീതിയിലായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിരുന്നത്. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ളുഹറിന് വന്നപ്പോൾ അബൂബക്കർ റളിയല്ലാഹു ഇമാമ് നിൽക്കാൻ ഒരുങ്ങി, കൈകെട്ടി. അപ്പോൾ റസൂലുള്ളാഹിനെ കണ്ടപ്പോൾ അബൂബക്കർ റളിയല്ലാഹു പിന്നോട്ട് മാറിയപ്പോൾ റസൂലുള്ളാഹി കൈ കൊണ്ട് ആംഗ്യം കാണിച്ചു വേണ്ടെന്ന് പറഞ്ഞ് അബൂബക്കർ റളിയല്ലാഹു ചാരത്ത് പോയിരുന്നു. അങ്ങനെ കൈകെട്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അബൂബക്കർ റളിയല്ലാഹു മൗമൂമായും അതുപോലെ സ്വഹാബികൾ അബൂബക്കർ റളിയല്ലാഹു ഇമാമായും അങ്ങനെ നമസ്കരിച്ചു. കാരണം റസൂലുള്ളാഹിന്റെ ശബ്ദം വളരെ കുറവായിരുന്നു. അപ്പൊ മുബല്ലിഗായി കൊണ്ട് അബൂബക്കർ റളിയല്ലാഹു നമസ്കരിച്ചു. അങ്ങനെ മരണത്തിന്റെ 1 ദിവസം മുമ്പ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ ബാധ്യതകളും ഒഴിവാക്കുകയാണ്. തന്റെ അടുത്തുണ്ടായിരുന്ന ആകെ ഒരു അടിമ, ആ അടിമയെ മോചിപ്പിച്ചു. 6-7 ദിനാറ് സ്വർണ്ണ ദീനാറാണ് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്നത്, അത് മുഴുവൻ ദാനം ചെയ്തു. അങ്ങനെ എല്ലാ ഇടപാടുകളും അവസാനിപ്പിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുങ്ങി ഫാത്തിമ റളിയല്ലാഹുവിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഒരു സ്വകാര്യം പറയുകയുണ്ടായി ഫാത്തിമ റളിയല്ലാഹു. അത് കേട്ടപ്പോൾ ഫാത്തിമ റളിയല്ലാഹു ആദ്യം കരഞ്ഞു. പിന്നെ വീണ്ടും ഒന്നുകൂടെ പറഞ്ഞപ്പോൾ ഫാത്തിമ റളിയല്ലാഹു ചിരിക്കുകയുണ്ടായി. ആയിഷ റളിയല്ലാഹു പിന്നീട് റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം ഒരു ദിവസം ചോദിച്ചു, എന്താ ഫാത്തിമ നീ ആ അവസാന സമയത്ത് കരഞ്ഞതും ചിരിച്ചതും? ഫാത്തിമ റളിയല്ലാഹു പറഞ്ഞു, ഞാൻ വഫാത്താവുകയാണ് എന്ന റസൂലുള്ളാഹിന്റെ അറിയിപ്പ് കിട്ടിയപ്പോൾ ഞാൻ കരഞ്ഞുപോയി സങ്കടം കൊണ്ട്. എന്നാൽ പിന്നീട് പറഞ്ഞു, എന്റെ അടുക്കിലേക്ക് എന്റെ കുടുംബത്തിൽ നിന്ന് ആദ്യമായി കടന്നു വരിക നീയാണ് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സന്തോഷമായി, ഞാൻ അങ്ങനെ ചിരിച്ചതാണ് എന്ന്. അങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹ അത് പറഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും. പിന്നീട് ഹസൻ ഹുസൈൻ റളിയല്ലാഹുവിനെ വിളിച്ചുകൊണ്ട് റസൂലുള്ളാഹിയുടെ പേരക്കുട്ടികളെ അടുത്ത് വിളിച്ച് 2 ഭാഗത്ത് ഇരുത്തി അവർക്ക് ചുംബനങ്ങളൊക്കെ കൊടുത്ത് അവരോട് കുറെ ഉപദേശങ്ങളൊക്കെ കൊടുത്തു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരെയൊക്കെ വിളിച്ചുകൊണ്ട് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ റസൂൽ കൊടുത്തു. അങ്ങനെ അവസാന നിമിഷങ്ങൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആയിഷ റളിയല്ലാഹുവിന്റെ സഹോദരൻ റസൂലുള്ളാഹിനെ കാണാനായി വന്നപ്പോൾ അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ ബ്രഷ് ഉണ്ടായിരുന്നു. അപ്പോൾ റസൂൽ അതിലേക്ക് നോക്കിയപ്പോൾ, അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ബ്രഷിലേക്ക് നോക്കിയപ്പോൾ ആയിഷ റളിയല്ലാഹു മനസ്സിലായി. അങ്ങനെ ആയിഷ റളിയല്ലാഹു അദ്ദേഹത്തിന് പല്ല് തേച്ചു കൊടുത്തു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് സന്ദർഭത്തിലും ദുർഗന്ധം ഇഷ്ടപ്പെട്ടിരുന്നില്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ദിവസത്തിൽ 5 നേരവും അതുപോലെ ആളുകളെ കാണുമ്പോഴൊക്കെയും റസൂൽ പല്ല് തേക്കാറുണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ മരണത്തിന്റെ ആ സന്ദർഭത്തിലും പല്ല് വൃത്തിയാക്കി വായ വൃത്തിയാക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെതാ മരണത്തിന്റെ വേളയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണത്തെ കുറിച്ച് പറയുകയാണ്. ആയിഷ റളിയല്ലാഹു പറയുന്നു, കാന ബൈന യദൈഹി റത്ബത്തുൻ ഔ ഉൽബത്തുൻ ഫിഹാ മാഉൻ. റസൂലുള്ളാഹിന്റെ അടുക്കൽ ചെറിയൊരു പാത്രം വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. ഫജഅല യദ്ഖിലു യദൈഹി ഫിൽ മാഇ, അവിടുന്ന് വെള്ളപ്പാത്രത്തിലേക്ക് കൈയിട്ടുകൊണ്ട് ഫയംസഹു ബിഹിമാ വജ്ഹു, ഇടക്കിടക്ക് വെള്ളം ഇങ്ങനെ മുക്കി മുഖം ഇങ്ങനെ തുടയ്ക്കാറുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വയഖൂൽ, എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്ന ലിൽ മൗതി സകറാത്ത്. അല്ലാഹുവേ, നീയല്ലാതെ ആരാധനക്ക് അർഹനില്ല അല്ലാഹ്. തീർച്ചയായും മരണത്തിന് വല്ലാത്ത വേദനയാണ്, മരണത്തിന് വല്ലാത്ത വേദനയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വേദന കൊണ്ട് ഇങ്ങനെ നിരിപിരി കൊള്ളുകയാണ്.
എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഗഫിർലി. അവിടെ നിന്ന് രണ്ട് കൈകളും ആകാശത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് റബ്ബിനോട് പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ ഗഫിർലി വർഹംനി. അല്ലാഹ് എനിക്ക് നീ പുറത്തു തരണേ അല്ലാഹ്, എന്നോട് കരുണ കാണിക്കണേ അല്ലാഹ്. വൽഹഖ്നി ബിർറഫീഖിൽ അഅ്ലാ. അല്ലാഹുവേ, നീ ഉന്നതരായ നിന്റെ മലക്കുകളുടെ ആ കൂട്ടത്തിൽ, ആ ഉന്നതനായ നിന്റെ അടിയാറുകളുടെ കൂട്ടത്തിൽ എന്നെയും നീ ചേർക്കണേ അല്ലാഹ്. ഉന്നതമായ പദവിയിലേക്ക് എന്നെ നീ ചേർക്കണേ അല്ലാഹ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് കൈകളും ഉയർത്തിക്കൊണ്ട് ആകാശത്തിലേക്ക് ഉയർത്തി അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനം മലക്കുൽ മൗത്ത് അലൈഹിസ്സലാം റൂഹ് പിടിച്ചപ്പോ റസൂലുള്ളാഹിന്റെ രണ്ട് കൈകളും അങ്ങ് താഴത്തേക്ക് ഇങ്ങനെ മെല്ലെ ആയിഷാനെ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ രണ്ട് കൈകളും താഴ്ന്ന് അവിടുത്തെ തലയുടെ നെഞ്ചിൽ നിന്ന് ഇങ്ങനെ വഴുതി താഴേക്ക് വീഴുമ്പോൾ അത് വല്ലാത്ത ഒരു നഷ്ടമാണ് എന്റെ ജീവിതത്തിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്നത്. ഈ ലോകത്തിൽ നിന്ന് വല്ലാത്തൊരു നഷ്ടമാണ് അതിലൂടെ നടക്കാൻ പോകുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് മദീന കരഞ്ഞ സന്ദർഭമാണ്. എന്നേക്കുമായി റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച ളുഹയുടെ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തിൽ നിന്ന് വിട പറയുകയാണ്. സ്വഹാബികളുടെ മാനസിക നിലയെല്ലാം തെറ്റി, എല്ലാവരും കരയാൻ തുടങ്ങി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയ സുഹൃത്തായ ഉമർ റളിയല്ലാഹു അൻഹു ഭ്രാന്തനെ പോലെ പുലമ്പാൻ തുടങ്ങി. വാളുകൊണ്ട് ഉമർദാന് പറഞ്ഞു, ആരെങ്കിലും അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായി എന്ന് പറഞ്ഞാൽ അവന്റെ കഴുത്തിൽ തല കാണില്ല എന്ന് പറഞ്ഞ് ഒരു ഭ്രാന്തനെ പോലെ ഉമർ റളിയല്ലാഹു ആളുകൾക്കിടയിൽ ഇങ്ങനെ ഓടി നടക്കാൻ തുടങ്ങി. ഫാത്തിമ റളിയല്ലാഹു കരഞ്ഞു തളർന്നു പോയി. അങ്ങനെ സ്വഹാബികളെല്ലാവരും കരഞ്ഞു. മദീന മുഴുവനും കരഞ്ഞ സന്ദർഭം, ഭൂമി നിശ്ചലമായ ആ സന്ദർഭത്തിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു ധൈര്യം വീണ്ടെടുത്തുകൊണ്ട് മിമ്പറിൽ കയറിയിട്ട് പറഞ്ഞു, മൻ കാന യഅബ്ദു മുഹമ്മദാ, ഏതൊരാള് മുഹമ്മദ് നബിയെ ആരാധിച്ചിരുന്നുവെങ്കിൽ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത, തീർച്ചയായും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടു പോയി, വഫാത്തായി. വമൻ കാന യഅബ്ദുല്ലാഹ്, ആര് അല്ലാഹുവിനെയാണ് ആരാധിക്കുന്നതെങ്കിൽ ഫഇന്നല്ലാഹ ഫിസ്സമാഇ ലാ യമൂത്, അല്ലാഹു ആകാശത്ത് ജീവനുള്ള എന്നെന്നും ജീവിക്കുന്ന ആ റബ്ബ് ആകാശ ലോകത്തുണ്ട്, അവന് മരണമില്ല. ഇത് കേട്ടപ്പോഴാണ് ഉമർ റളിയല്ലാഹു അൻഹു കയ്യിലുള്ള വാള് താഴെയിട്ട് അവിടെ ഇരുന്ന് കാൽമുട്ടിൽ മുഖമമർത്തി ഉമർ അല്ലാഹുവിനെ തേങ്ങി കരയുക. അതുവരെയും അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായി എന്ന് സമ്മതിക്കാൻ ഉമർ അല്ലാഹുവിന് തയ്യാറായിരുന്നില്ല. അങ്ങനെ ഇരുളടഞ്ഞ ഒരു ദിവസമായിരുന്നു മദീനക്കാർക്ക് ആ ദിവസം. അതെ, മുൻഗാമികളുടെ വേദന കൊണ്ട് കരഞ്ഞ ദിവസമാണ് റബീഉൽ അവ്വൽ 12. ഇപ്പോഴും ഏതൊരു മനുഷ്യനും അല്ലാഹുവിന്റെ റസൂലിന്റെ ആ മരണത്തെ കുറിച്ച് പറയുമ്പോ കണ്ണ് നനയ്ക്കാതെ മനസ്സ് വിതുമ്പാതെ അത് കേട്ടിരിക്കാൻ, അത് ആലോചിക്കാൻ കഴിയില്ല എന്നിരിക്കെ അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായ ആ ളുഹറിനും സുബ്ഹിക്കും ഇടയിലുള്ള സമയത്ത് എങ്ങനെയാണ് തെരുവീതികളിലൂടെ വിട്ടായിരുന്നു അതുപോലെ പടക്കം പൊട്ടിച്ചുകൊണ്ടും ആർഭാടം നടത്താൻ കഴിയുന്നത്? എങ്ങനെയാ ആഘോഷം നടത്താൻ കഴിയുന്നത്? വല്ലാത്ത ഒരു ദുരന്തം സംഭവിച്ച സങ്കടം കൊണ്ട് മനസ്സ് വിതുമ്പുണ്ടെന്ന ആ സന്ദർഭത്തിൽ, അതുകൊണ്ട് പ്രിയമുള്ള സഹോദരന്മാരെ, ഈ ലോകത്ത് സംഭവിച്ച ഏറ്റവും മുഅ്മിനീങ്ങൾക്ക് സംഭവിച്ച നഷ്ടമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിയോഗം എന്ന് പറയുന്നത്. 1400 കൊല്ലം കഴിഞ്ഞെങ്കിലും ഇപ്പോഴും നമ്മുടെ മനസ്സ് കൊതിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ എന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ, ആ മദീനയിൽ ചെല്ലുമ്പോ റസൂലുള്ളാഹി ഇവിടെ എവിടെയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ, അല്ലാഹുവിന്റെ റസൂൽ എന്ന് കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഓരോ വിശ്വാസികളും കൊതിച്ചു പോകുന്ന ആ ദിവസമാണ് റബീഉൽ അവ്വൽ 12. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും സമാധാനമുള്ള ഒരു മരണം പ്രദാനം ചെയ്യുമാറാകട്ടെ. നാളെ പരലോകത്ത് ജന്നാത്തുൽ ഫിർദൗസിൽ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അയൽക്കാരായി ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. الحمد لله رب العالمين.
الصلاة والسلام على أشرف المرسلين وعلى آله وأزواجه وذرياته أجمعين. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് യഥാർത്ഥ മുത്തഖിലായി നിലകൊള്ളണമേ എന്ന് സ്വന്തത്തോടുന്ന പോലെ വീണ്ടും വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമുക്ക് യഥാർത്ഥ മുത്തഖിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മൾ ചർച്ച ചെയ്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിയോഗത്തെ കുറിച്ചാണ്. ഇപ്പോഴും വിശ്വാസികൾക്ക് ഒരുപാട് ഗുണപാഠങ്ങൾ അതിനെ പഠിക്കാനുണ്ട്. ഇനിയും ഒരുപാട് ഭാഗങ്ങൾ റസൂലുള്ളാഹിന്റെ മരണവുമായി ബന്ധപ്പെട്ട് നമുക്ക് അറിയാനും പഠിക്കാനുള്ളതുണ്ട്. എല്ലാം നമുക്കൊരു ഖുത്ബയിലൂടെ സാധ്യമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ റസൂൽ തങ്ങളുടെ ജീവിതത്തെ ഇഷ്ടപ്പെടുന്ന, റസൂൽ നമ്മെ ഇഷ്ടപ്പെടുന്ന, നാളെ റൗള ശരീഫിൽ റസൂലുള്ളാഹിയുടെ അയൽക്കാരാവാൻ കഴിയുന്ന ഉമ്മത്തിൽ അല്ലാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. ധാരാളം സഹോദരങ്ങൾ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. കഴിഞ്ഞ ആഴ്ച വലിയ ഒരു ദുരന്തം നമ്മുടെ സമൂഹത്തിന് സംഭവിച്ച ഒരു സംഗതിയാണ്. പാലക്കാട് കോങ്ങാട് 4 കുട്ടികൾ സ്കൂൾ കുട്ടികൾ ഓട്ടോറിക്ഷയിൽ പോകുമ്പോൾ ഒരു കാറ് ഓവർ സ്പീഡിൽ വന്ന് ഇടിച്ച് അവരിപ്പോഴും ICUവിലാണ്. അവർക്ക് ചികിത്സയ്ക്ക് ലക്ഷങ്ങൾ ആവശ്യമാണ്. ഒരുപാട് സാമ്പത്തിക പ്രയാസമാണ്. സാധാരണ വീടുകളിലെ കുട്ടികളാണ്. അതുകൊണ്ട് നമുക്കാർക്കും നമ്മുടെ മക്കൾക്കും ഇത്തരം ഒരു ദുരന്തം വരാതിരിക്കട്ടെ. എല്ലാവരും അകമഴിഞ്ഞ് നിങ്ങളെ കൊണ്ട് കഴിയാവുന്ന പരമാവധി ഒരു സഹായം ഇന്നത്തെ കളക്ഷൻ നിങ്ങൾ നിക്ഷേപിക്കണം. കൊണ്ടുവന്നിട്ടില്ലാത്ത ആളുകൾ പിന്നീട് കൊണ്ടുവന്ന് കമ്മിറ്റിയെ ഏൽപ്പിച്ചാലും മതി. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം അത്യാപത്തുകൾ നമ്മയും സമൂഹത്തെയും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആ കുടുംബത്തിന് ധൈര്യവും സമാധാനവും അല്ലാഹു നൽകുമാറാകട്ടെ. അല്ലാഹു ഇഷ്ടപ്പെടുന്ന മക്കളായി ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ആ മക്കൾക്ക് അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ولا تشبه حلقنا بالنار ولا تجعلنا من حطب النار فإنها بئس الدار وبئس المصير وبئس القرار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. وصلى الله وسلم على محمد وآله والحمد لله.